കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ വചനചിന്തയ്ക്കു വേണ്ടി 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്നത് സ്വാഭാവികമായ പരിമിതികളാണ്. ദേശത്തും യഹോവ മഴ പെയ്യിക്കുന്ന ദിവസം വരെ മാവിൻ്റെ കലവറ തീർന്നു പോകുകയില്ല, എണ്ണയുടെ ഭരണി ഒഴിഞ്ഞു പോകുകയുമില്ല. പണം പരിമിതമാണ്, ആരോഗ്യം പരിമിതമാണ്, ശക്തി പരിമിതമാണ്, അവസരങ്ങൾ പരിമിതമാണ്, മനുഷ്യരുടെ സഹായം പരിമിതമാണ്. അപ്പോൾ നമ്മൾ പറയും, ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ കയ്യിലൊന്നുമില്ല, ഇതെങ്ങനെ ഞാൻ നടത്തും? ഇതിനൊരു വഴിയും ഞാൻ കാണുന്നില്ല. എന്നാൽ ദൈവം നമ്മെ ഓർപ്പിക്കുന്നൊരു സത്യമുണ്ട്. നമ്മുടെ പരിമിതി അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ അത്ഭുതം ആരംഭിക്കുന്നത്. നാം സ്വാഭാവികതയെ നോക്കുമ്പോൾ അസാധ്യമായി കാണുന്നു, എന്നാൽ നാം ദൈവത്തെ നോക്കുമ്പോൾ അത് സാധ്യമായി കാണുന്നു. ക്ഷാമത്തിൻ്റെ നടുവിലും ദൈവം പ്രവർത്തിക്കുന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ നാം കാണുന്നത് വലിയ ക്ഷാമത്തിൻ്റെ കാലമാണ്. മഴയില്ല, വിളവില്ല, ഭക്ഷണം കുറവാണ്, ജനങ്ങൾ ദുരിതത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഏലിയാവ് ഒരു വിധവയുടെ വീട്ടിലെത്തുന്നു. ആ വിധവയുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? കുറച്ച് മാവും കുറച്ച് എണ്ണയും മാത്രം. അവൾ ഏലിയാവിനോട് പറഞ്ഞു, എനിക്കും എൻ്റെ മകനും വേണ്ടി ഒരു അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് മരിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അവളുടെ കാഴ്ചപ്പാടിൽ അത് അവസാനത്തെ അവളുടെ ഭക്ഷണമായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് അവസാനമല്ലായിരുന്നു, അതായിരുന്നു ഒരു അത്ഭുതത്തിൻ്റെ തുടക്കം. പ്രിയരെ, നമ്മുടെ കയ്യിലുള്ളത് വളരെ കുറവാണെന്ന് നമ്മൾ കരുതുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ അത് മതി. നമ്മുടെ കയ്യിൽ 5 അപ്പം മതി. ദൈവത്തിൻ്റെ കയ്യിൽ അത് 1000-ങ്ങളെ പോഷിപ്പിക്കാൻ കഴിയും. നമ്മുടെ കയ്യിൽ കുറച്ച് മാവ് മാത്രമായിരിക്കും. ദൈവത്തിൻ്റെ കയ്യിൽ അത് ദിവസങ്ങളോളം വർഷങ്ങളോളം നിലനിൽക്കുന്ന നന്മയുടെ വഴിയായിരിക്കും. ദൈവത്തിൻ്റെ നിർദ്ദേശം ചിലപ്പോൾ നമുക്ക് യുക്തിക്ക് നിരക്കുന്നതായിരിക്കുകയില്ല. ദൈവം നമ്മുടെ കയ്യിലുള്ളത് ചെറിയതിനെയാണ് ഉപയോഗിക്കുന്നത്. അനുസരണം അത്ഭുതത്തിലേക്ക് വാതിൽ തുറക്കുന്നു. എനിക്ക് കഴിയുകയില്ല എന്നിടത്ത് ദൈവത്തിന് കഴിയും. കുറവ് അനുഗ്രഹത്തിന് അഭാവമല്ലെന്നും ദൈവം അടച്ച വാതിലിനേക്കാൾ വലിയ വഴിയാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാം, അത് വിശ്വസിക്കാം. ഈ വചനത്തോടനുബന്ധമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും പരിമിതികളെയും അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വഴി കാണിക്കുന്നിടത്ത് വഴി ഒരുക്കണമേ. ഞങ്ങൾക്ക് ശക്തിയില്ലാത്തിടത്ത് അങ്ങ് ശക്തി നൽകണമേ. ഞങ്ങളുടെ കയ്യിലുള്ളത് ചെറിയതിനെ അങ്ങയുടെ മഹത്വത്തിനായി അത്ഭുതമായി ഉപയോഗിക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനം വിശ്വസിക്കുന്നു, അത് മനസ്സിലാക്കുന്നു. അങ്ങയെ അനുസരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, സാമ്പത്തിക സാഹചര്യങ്ങളിൽ, ആരോഗ്യത്തിൽ, ശുശ്രൂഷയിൽ, ഭാവിയിൽ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണമേ. ഞങ്ങളുടെ കലവറ തീരാതെയും ഞങ്ങളുടെ എണ്ണയുടെ ഭരണി ഒഴിഞ്ഞു പോകാതെയും സൂക്ഷിച്ച ദൈവമേ, ഇന്നും അങ്ങയുടെ മക്കളെ അങ്ങ് പരിപാലിക്കുമാറാകണമേ. എനിക്ക് കഴിയില്ല എന്ന ഇടത്ത് എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.